എന്റെ പേര് NM പിള്ള. ഞാനിവിടെ ആൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ ആന്ധ്രയുടെ പ്രസിഡന്റാണ്. അത് കൂടാതെ കേരള കലാസമിതി എന്ന് പറഞ്ഞ ഒരു ഇവിടുത്തെ ലോക്കൽ അസോസിയേഷന്റെ പഴയ പ്രസിഡന്റ് ആയിരുന്നു. ഞങ്ങൾക്ക് 7 മണിയായപ്പോൾ ഒരു ഇൻഫർമേഷൻ കിട്ടി, കുട്ടി ട്രെയിനിൽ കാണാൻ സാധ്യതയുണ്ടെന്ന് എന്റെ ഒരു സുഹൃത്ത് വിളിച്ച് പറയുമായിരുന്നു. അപ്പം തന്നെ ഞാൻ കുറെ ആൾക്കാരെ സംഘടിപ്പിച്ച് ഞങ്ങൾ വിശാഖപട്ടണം സ്റ്റേഷനിലെത്തി. ഞങ്ങൾ ട്രെയിൻ 2 മണിക്കൂർ ലേറ്റ് ആയിരുന്നു. 8:40 പറഞ്ഞ ട്രെയിൻ 10:40 വന്നപ്പം അങ്ങനെ ഞങ്ങൾ ഓരോ കമ്പാർട്ട്മെന്റിലും കയറി ഇറങ്ങി തപ്പുന്ന കൂട്ടത്തിൽ ഏറ്റവും മുന്നിലെ ഒരു കോച്ചിൽ നിന്നുമാണ് ഈ കുട്ടിയെ കിട്ടിയത്. വളരെ ക്ഷീണിതയായി, ഒന്നും രാവിലെ തൊട്ടൊന്നും കഴിച്ചില്ല കുട്ടി. അങ്ങനെ ഞങ്ങൾ നേരത്തെ തന്നെ ഇവിടെ CRPF-നെയും GRPF-നെയും ഒക്കെ ഇൻഫോം ചെയ്തിരുന്നു. അപ്പൊ അവര് ഞങ്ങളൂടെ വന്നു നോക്കാൻ. അങ്ങനെ ഞങ്ങൾ ആ കുട്ടിയെ അവരിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അവരിപ്പം കുട്ടിയെ ഇങ്ങനെ ആഹാരമൊക്കെ ഞങ്ങൾ മേടിച്ചു കൊടുത്തു, അത് കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയുടെ അമ്മ ഫോൺ ചെയ്തതിന് അമ്മ വേറെ ആരുടെ നമ്പറിൽ അമ്മയോടൊപ്പം സംസാരിക്കാൻ ആ കുട്ടി ആദ്യം തയ്യാറായില്ല. ഇപ്പൊ രണ്ടാമതൊന്നുകൂടെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ അമ്മയോട് അത്ര ദേഷ്യമുണ്ട് ആ കുട്ടിക്ക്. തീർച്ചയായും അമ്മയെക്കുറിച്ചുള്ള ചില വിവരങ്ങളും ഒക്കെ ഞങ്ങൾക്കും പൂർണ്ണമായി ലഭിച്ചിട്ടില്ല. അമ്മ ഉപദ്രവിക്കുമായിരുന്നു എന്നൊക്കെ പ്രദേശവാസികൾ പറയുന്നുണ്ട്. അതെന്തുമാകട്ടെ, അത് നമുക്ക് രണ്ടാമത്തെ വിഷയമാണ്. ഇപ്പോൾ ഈ പെൺകുട്ടി പൂർണ്ണമായും സുരക്ഷിതയായി തന്നെയല്ലേ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിച്ചത്? CRPF ആൾറെഡി ചൈൽഡ് വെൽഫെയറിനെ വിളിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പൊ എന്നോട് പറഞ്ഞത്. നാളെ രാവിലെ ഇനി ഞങ്ങൾ വീണ്ടും പറഞ്ഞു. ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞു ഇനി ആ കുട്ടി ഒന്ന് വിശ്രമിക്കട്ടെ, നിങ്ങൾ പുറത്ത് പോകണമെന്ന് പറഞ്ഞു CI സാർ വന്ന്. അപ്പം അതുകൊണ്ടാണ് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പൊ നാളെ രാവിലെ ഇനി ആരെങ്കിലും നമ്മൾ അവിടുന്ന് വരുന്ന അനുസരിച്ച് അതുവരെ സുരക്ഷിതമായിരിക്കും. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ ചെയ്യുന്നതായിരിക്കും. ഒരു പ്രശ്നവുമില്ല. ഞങ്ങളുടെ കുട്ടിയെ കിട്ടിയതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. സാർ, ഈ സ്വാഭാവികമായി റെയിൽവേ പോലീസ് ഉണ്ടായെങ്കിൽ ഈ അസംഭാഷയിലൊക്കെ ആയിരിക്കുമല്ലേ സംസാരിച്ചത്? അതാണ്. പക്ഷെ ആ കുട്ടിക്ക് ഹിന്ദി നല്ലപോലെ അറിയത്തില്ല. ആസാമി മാത്രമാണ് അതിന് നല്ലപോലെ അറിയുന്നത്. ഹിന്ദിയിൽ ഞാൻ പറയുന്നതിനൊക്കെ അത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, അതിന് മനസ്സിലാവുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ തിരിച്ചും പറയുന്നുണ്ട്. അത് പറയുന്ന അമ്മ വഴക്ക് പറഞ്ഞു, അതെനിക്ക് വിഷമമായി, അങ്ങനെ പോന്നു എന്നുള്ള രീതിയിൽ അത് പറയുന്നത്. അത് തന്നെയായിരുന്നു ഞങ്ങളുടെയും ഒക്കെ ഭയം. കാരണം ഈ കുട്ടിക്ക് മറ്റു ഭാഷയൊന്നും അത്ര വശമില്ല എന്നുള്ളതായിരുന്നു. ഇല്ല അതാണ്. ക്ഷീണിതയായിരുന്നു ആ കുട്ടിയെ ഇവിടെ തന്നെ കിട്ടാൻ ഒരു ഭാഗ്യമാണ്. കാരണം ഇതിൽ നിന്ന് കഴിഞ്ഞു പോയിരുന്നെങ്കിൽ ആ കുട്ടി ഒരു കമ്പാർട്ട്മെന്റ് മൊത്തം ആൺപിള്ളേരും പെൺപിള്ളേരുമാണ്. ആരുടെ കൂടെ പോകുന്ന ആർക്കും അറിയില്ല. കാരണം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഒറീസയും ബംഗാളും ഒക്കെ വരുവാണ്. താമ്പരം എക്സ്പ്രസിലാണോ ഈ പെൺകുട്ടി ഉണ്ടായിരുന്നത്? താമ്പരം എക്സ്പ്രസിലായിരുന്നോ? താമ്പരം ഛത്രീസ്ഗഞ്ച് എന്ന് പറയുന്ന ഒരു ട്രെയിൻ ഉണ്ട്, അതിലായിരുന്നു ഈ കുട്ടി ഉണ്ടായിരുന്നത്. റൈറ്റ്. ഒപ്പം ഈ പെൺകുട്ടിയെ കാണാതായത് മുതലുള്ള വാർത്തകളൊക്കെ നിങ്ങൾ സംഘമായി തന്നെ ഞങ്ങൾ കണ്ടോണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ തുടങ്ങിയ ഒരു ജാഗ്രതയാണല്ലേ? തീർച്ചയായും. കാരണം ഇപ്പൊ പോലീസുകാർ ഞങ്ങളെ പറയാം, ഇനിയിപ്പോ നിങ്ങൾ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ പുറത്തേക്ക് വിടുകയാണ്. അവര് ബഹളം വെക്കുന്നു. ശരി.